ഒരു തുള്ളി എണ്ണ ഒഴിക്കാതെ നമുക്ക് നല്ലൊരു മീൻകറി വെച്ചാലോ? അതും തേങ്ങ അരച്ചൊരു മീൻകറി. വൃത്തിയായി കഴുകിയ മീനിലേക്ക് കുറച്ച് കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ടേ. തേങ്ങ നന്നായിട്ട് വടികെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. മൺചട്ടിയിൽ മീൻകറി വെച്ചാലാണത്രേ സ്വാദ് കൂടുക. നോക്കാം, പരീക്ഷിക്കണമല്ലോ. മീനോടൊപ്പം മഞ്ഞളും കറിവേപ്പിലയും ഇട്ടതിന് ശേഷം തേങ്ങ അരച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുപ്പിൽ മൺചട്ടിയിലാണ് നമ്മൾ കറി വെക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവുമല്ലേ, ഈ മീനിന്റെ ബാക്കി അരപ്പും ബാക്കി സംഗതികളും ഒക്കെ എവിടെ പോയെന്ന്? എങ്ങും പോയിട്ടില്ലെന്നേ, ഇവിടെ തന്നെ ഉണ്ട്. ഇതിലേക്ക് പച്ചമുളകും മാങ്ങയും പിന്നെന്താ നമ്മുടെ വടക്കും പുളി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു സൈഡിൽ ഒരു കൊച്ചു ചീനിച്ചട്ടിയിൽ മുളകും മല്ലിയും ലേശം ഉലുവാപ്പൊടിയും വറുക്കുന്നുണ്ടേ. അയ്യോ, വറുത്തില്ല, വറുക്കാൻ പോകുന്നേ ഉള്ളൂ. നന്നായിട്ട് ചൂടാക്കിയ ഈ പൊടിയിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മീൻകറിക്കുള്ള അരപ്പിന് വേണ്ടിയിട്ട് ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ എടുക്കുമ്പോൾ കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറു തീയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. വറുക്കലിനും ഇളക്കലിനും ഒക്കെ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. എന്നിട്ട് നന്നായി ഇളക്കി ഒന്ന് ചൂടാക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. തിളപ്പിക്കുന്നില്ല, ഈ അരപ്പൊന്ന് ചൂടാവുന്നിടം വരെ നോക്കുന്നുണ്ട്. ഇനി ഈ അരപ്പ് നമ്മുടെ മീൻചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ. ഈ അരപ്പ് നന്നായിട്ട് ഇളക്കി ചേർത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇവനെ നമുക്ക് വേവിക്കാൻ വെക്കാം. കൂട്ടാൻ നന്നായി ഇളക്കി ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കി, അരപ്പ് വല്ലതും കുറവുണ്ടോ എന്ന് നോക്കി നന്നായി അടച്ചു വെക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇതിൽ തിള വന്നോന്നായിരുന്നു കേട്ടോ എൻ്റെ നോട്ടം മുഴുവൻ. നോക്കി നോക്കി അവസാനം കറി തിളച്ചു. അങ്ങനെ ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാത്ത നമ്മുടെ മീൻകറി അടുപ്പത്തിരുന്ന് തിളയോട് തിള. തിളച്ചില്ലല്ലോ, ഇപ്പൊ തിളയ്ക്കും, നോക്കിക്കോ. അങ്ങനെ നമ്മുടെ കൂട്ടാൻ നന്നായി തിളച്ച് വന്നിട്ടുണ്ടേ. ഒന്നും കൂടി കറി ഒന്ന് പറ്റണമെന്ന് അമ്മാമ്മ പറഞ്ഞു. ഇനി അതിനുള്ള കാത്തിരിപ്പാ. കറി പറ്റിക്കുന്നതും വെള്ളത്തിൽ വെക്കുന്നതും ഒക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. എന്നാ പിന്നെ ഞാനൊന്ന് പോയി ചോറുണ്ടിട്ട് വരാമേ.